ഹായ് ഫ്രണ്ട്സ്, എ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഡ്രാഗൺ ഫ്രൂട്ട്, കാക്ടസ് വിഭാഗത്തിൽപ്പെടുന്ന ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഞാനിതിൽ വളരെ പ്രാഗൽഭ്യമുള്ള ഒരു ആളൊന്നുമല്ല. എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ചിലപ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് തെറ്റുകൾ തിരുത്തുക. കാക്ടസ് വിഭാഗത്തിൽപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ട് വളരെ ചൂട് കൂടിയ കാലാവസ്ഥയിലാണ് വളർന്നു വരുന്നത്. ഇത് ഏകദേശം നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണ് വളർന്നു വരുന്നത്. നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ചിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിന് വളരാൻ പറ്റിയ നല്ല സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഒരു 40 ഡിഗ്രി മേളിൽ ചൂട് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിന് വളരാൻ പറ്റിയ ഒരു നല്ല സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇത് ഞാൻ ഒരു ബക്കറ്റിലാണ് നട്ടിരിക്കുന്നത്. ബക്കറ്റിൽ നടാൻ കാരണം സ്ഥലപരിമിതി കാരണം ഒരു ബക്കറ്റിലാണ് വെച്ചിരിക്കുന്നത്. താഴെ നമുക്ക് സ്ഥലം കുറവായതിനാൽ നമ്മൾ ബക്കറ്റിലാണ് വെച്ചിരിക്കുന്നത്. ബക്കറ്റിൽ വെച്ചിട്ട് അതിനെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടയർ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രാഗൺ ചെടി വളർന്നു വരുമ്പോൾ അതിൻ്റെ ലീഫുകൾ വന്നിട്ട് ആ ടയറിലേക്ക് സപ്പോർട്ട് ചെയ്ത് അത് നല്ല രീതിയിൽ വളരാൻ സഹായിക്കും. അതുകൂടാതെ സെൻറ്ററിലായിട്ടൊരു പൈപ്പും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പൈപ്പ് വെച്ചിരിക്കുന്നത് അതിൻ്റെ ബാക്കിയുള്ള സെൻറ്ററിൽ കൂടി വരുന്ന അതിൻ്റെ തണ്ടുകൾ ആ പൈപ്പിൽ കൂടി വളർന്ന മുകളിലേക്ക് വന്ന് വീണ്ടും അതിൻ്റെ ലീഫുകൾ വളർന്നുകൊണ്ടേയിരിക്കും. ലീഫുകൾ വളർന്നു വന്നതിന് ശേഷം കായ്കൾ അതിനകത്തിലെ ഫ്രൂട്ട് വളർന്നു വരും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഫ്രൂട്ട് വരാനുള്ള ഒരു ടെൻഡൻസി ആണെന്ന് തോന്നുന്നു. അതോ ലീഫാണോ എന്നെനിക്കറിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ അത് വളർന്നു വരുന്നുണ്ട്. പുതിയ പുതിയ ലീഫുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ കുട്ടികൾ വീട്ടിലുള്ളവരാണെങ്കിൽ പരമാവധി അത് കുട്ടികൾ തൊടാത്ത സ്ഥലങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ടെറസിലും വെക്കാം. ടെറസിലൊക്കെ ആകുമ്പോൾ നല്ലതുപോലെ വെയിലും ലഭിക്കും. കൂടുതൽ വെയിലത്തിരുന്നു എന്നും പറഞ്ഞ് അത് വാടിപ്പോവുകയൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ആദ്യം നട്ട സമയത്ത് കുറച്ച് വേപ്പും പിണ്ണാക്കും ചാണകവും എല്ലുപൊടിയും ഇങ്ങനെയുള്ള വളങ്ങൾ മാത്രം ഒന്ന് മിക്സ് ചെയ്ത് ഒരു പൊട്ടി മിക്സ് പോലെ ചെയ്ത് ആദ്യം കൊടുത്ത ഈ വളങ്ങൾ മാത്രമേ അതിന് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ വെള്ളം മാത്രം കൊടുക്കും. വെള്ളം കൊടുക്കുന്നത് തന്നെ വളരെ കുറച്ച് മാത്രം വെള്ളമേ കൊടുക്കാറുള്ളൂ. മൂട് ഉണങ്ങിയതിന് ശേഷം എന്ന് വെച്ചാൽ അതിൻ്റെ ബക്കറ്റിനുള്ളിൽ മണ്ണ് അത്യാവശ്യം ഡ്രൈ ആയതിനു ശേഷം മാത്രമേ വെള്ളം കൊടുക്കാറുള്ളൂ. വെള്ളം കൂടിയാലും ചിലപ്പോൾ ഇത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ അത്യാവശ്യം നല്ല സെല്ലേഴ്സിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഫ്രൂട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം.
അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.